വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു കാര്യം ഉണ്ടായി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കസ്റ്റമറാണ് എൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് അവർ അവിടെ രാവിലെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ഓയിൽ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചേ, എന്തുകൊണ്ടാണ് എന്നെ ഒന്ന് വിളിക്കാണ്ടിരുന്നത്, പിന്നെ ഉപയോഗിച്ചിട്ട് എന്താണ് എന്ന് ചോദിക്കാണ്ടിരുന്നതെന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞേ, ഞാൻ റിവ്യൂ ഒക്കെ ചോദിക്കാറുണ്ട്. ചിലരെ എനിക്ക് അധികം പരിചയമില്ലാത്ത ആൾക്കാരും ഒക്കെ ഉണ്ടാവും, എന്നാലും അതെൻ്റെ ഒരു മിസ്റ്റേക്കാണ് നമ്മൾ കസ്റ്റമറെ വിളിക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പൊതു സ്വഭാവം ഉണ്ടാകുമല്ലോ. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ എൻ്റെ ഒരു സ്ട്രെങ്ത്ത് ഞാൻ പുറത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പം. നമ്മൾ എപ്പോഴും എൻ്റെ ഉള്ളിലിങ്ങനെ ഉണ്ടാകും, അവരെന്ത് വിചാരിക്കും നമ്മൾ ചോദിക്കുമ്പോൾ, ഇനി നമ്മൾ അവർക്ക് വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് വിഷമമാകും എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആവശ്യമില്ലാത്ത ഓവർ ചിന്തകളൊക്കെ എനിക്കുണ്ടാവും കേട്ടോ. പക്ഷേ ഇന്ന് അവരങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു ധൈര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസാണ്. അതുപോലെ തന്നെ എൻ്റെ ഫോൺ ഒരു മാസമായിട്ട് എൻ്റെ ഫോൺ ഇത്തിരി പ്രശ്നമായിരുന്നു, ഒരു ഹാങ് ആയിരുന്നു. ഞാൻ ഈ വീഡിയോയും അതും ഇതും ഒക്കെ ചെയ്യണതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പലരുടെയും നമ്പറും ഇതൊക്കെ ഡിലേറ്റ് ആയി തുടങ്ങിയ ഒരു സന്ദർഭവും കൂടി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 3 കസ്റ്റമർ കൊറിയറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതിലൊരു കസ്റ്റമർ അതെൻ്റെ മകൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. തന്നൊരു ധൈര്യം ഭയങ്കരമാണ് കേട്ടോ. ചേച്ചി ഓയിൽ അയച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എനിക്ക് ചോദിക്കാൻ ഉള്ളിലുള്ള നമുക്ക് പൊതു സ്വഭാവം എപ്പോഴും ചിലത് അത് നമുക്ക് തല പൊക്കുമല്ലോ. അപ്പോൾ അതൊക്കെ തരുന്നൊരു ധൈര്യം വളരെ വലുതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് ഒരു 2-3 പേർക്കുള്ളത് കൊറിയർ അയച്ച്. അപ്പോൾ ഇന്ന് വന്ന ഒരു കസ്റ്റമർ നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എനിക്ക് തരുന്ന എൻ്റെ യൂട്യൂബിൽ കൂടി എന്നെ കാണുന്നത്, പിന്നെ പലരും ഇപ്പോൾ ഇന്ന് പറഞ്ഞു, ചേച്ചി കാണുന്നുണ്ട് കേട്ടോ, വീഡിയോസ് കാണുന്നുണ്ട്, അടിപൊളിയാവുന്നുണ്ട്, നല്ല ധൈര്യത്തിൽ ഇതുപോലെ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ, ഞങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ചേച്ചീനെ അറിയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്നെപ്പോലെ വെറുതെ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വെറുതെ ഇരിക്കരുത്. നിങ്ങളെവിടെയെങ്കിലുമൊക്കെ നമുക്ക് വിജയിക്കും എന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതൊന്നും ഞാൻ ഉപദേശിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആദ്യം നന്നാവട്ടെ അല്ലേ, സ്വയം നന്നായിട്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക കാഴ്ചയണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള എൻ്റെ വിശേഷങ്ങൾ. ഓക്കെ.